സാമാന്യനീതിക്ക് നിരക്കാത്ത തരത്തിൽ അങ്ങേയറ്റം ഹീനമായ ബലാത്കാരത്തിലൂടെ സെന്റ് സോഫിയ കത്തീഡ്രൽ എന്ന ഹാഗിയ സോഫിയ ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയ എർദോഗന്റെ ശരീഅത്ത് നിയമങ്ങൾ വാഴുന്ന തുർക്കിയിൽ നിന്ന് കേൾക്കുന്നത് വീണ്ടും മറ്റൊരു അതിപുരാതന ക്രിസ്തീയ പള്ളിയെക്കൂടി കയ്യേറി മോസ്കാക്കി മാറ്റുന്നു എന്ന വാർത്തയാണ്. ഇസ്താംബൂളിലെ ഫത്തിഹ് ജില്ലയിലുള്ള തുർക്കിയിലെ കരിയെ എന്ന ചോറയിൽ മധ്യകാല ബൈസന്റൈൻ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയായ ഹോളി സേവിയർ എന്ന മറ്റൊരു പുരാതന ഓർത്തഡോക്സ് ദേവാലയമാണ് ഇസ്ലാമിക മതാധിപത്യത്തിന്റെയും മേൽക്കോയ്മയുടെയും ഭാഗമായി മോസ്കാക്കി മാറ്റാൻ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗൻ ഉത്തരവിട്ടത്. 2020 ഉത്തരവ് പ്രകാരം ഈ ഫെബ്രുവരി 23 വെള്ളിയാഴ്ച മുതലാണ് ബൈസന്റൈൻ ക്രൈസ്തവരുടെ പ്രൗഢി വിളിച്ചോതുന്ന മോസ്കാക്കി മാറ്റിയ ക്രിസ്തീയ പള്ളിയിൽ നിസ്കാരം ആരംഭിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹാഗിയ സോഫിയ എന്ന സെന്റ് സോഫിയ കത്തീഡ്രൽ എന്ന കത്തോലിക്ക ദേവാലയത്തെ ബലാത്കാരമായി കയ്യേറിയതിനു ശേഷം അധികം വൈകാതെ സമാനമായ രീതിയിൽ നടന്നതാണ് ഈ കടുത്ത ക്രൈസ്തവ അധിനിവേശത്തിനുള്ള ഉത്തരവെങ്കിലും തുർക്കി സർക്കാർ അനുകൂല പത്രമായ യെനിസഫക് പത്രത്തിലൂടെ ഇപ്പോഴാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ചരിത്രപ്രസിദ്ധമായ പള്ളിയുടെ മൊസൈക്കുകളും ഫ്രസ്കോകളും അതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പരവതാനികൾ തുറന്ന് ഇസ്ലാമിക പ്രാർത്ഥനയ്ക്കായി സ്ഥാപിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളോളം പള്ളിയായിരുന്ന ഹാഗിയ സോഫിയെ പോലെ തന്നെ മോസ്കാക്കി മാറ്റാൻ ഉത്തരവിടുന്നതിനു മുൻപ് ചരിത്രപ്രസിദ്ധമായ ഹോളി സേവിയർ പള്ളിയും പതിറ്റാണ്ടുകളായി ഒരു മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. തികച്ചും തന്ത്രപരമായ കോടതി വിധിയിലൂടെ മ്യൂസിയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനു ശേഷമാണ് പള്ളിയെ ഇപ്പോൾ മോസ്കാക്കി മാറ്റിയത്. 1453 മുതൽ ഓർത്തഡോക്സ് പള്ളിയായി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം 1944 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. പ്രത്യേക കോടതി വിധി പ്രകാരം മ്യൂസിയം എന്ന പദവി റദ്ദാക്കുകയും ഗൂഢാലോചനയനുസരിച്ച് എർദോഗൻ അതിനെ മോസ്കാക്കി മാറ്റുകയുമാണ് ചെയ്തത്. ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചിരുന്നു. ഇതെല്ലാ വിശ്വാസികൾക്കും നേരെയുള്ള പ്രകോപനമാണെന്നും 21ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങാനും നാഗരികതകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം, സംഭാഷണം, ധാരണ എന്നിവയിലേക്ക് മടങ്ങാനും ഞങ്ങൾ തുർക്കിയെ അഭ്യർത്ഥിക്കുന്നു എന്ന് ഗ്രീക്ക് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലോകത്തിന് ബൈസന്റൈൻ സംസ്കാരം നൽകിയ വിശിഷ്ടമായ സമ്മാനമായിരുന്നു ഈ ദേവാലയമെന്നും അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹത്തിന്റെ അഭ്യർത്ഥനകളും പ്രബോധനങ്ങളും അവഗണിക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നും അമേരിക്കയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സമൂഹം കുറ്റപ്പെടുത്തി. ക്രിസ്ത്യൻ പൈതൃകത്തോടുള്ള തുർക്കി നയം മന്ദഗതിയിലുള്ള ബ്യൂറോക്രസിയുടെയും ലക്ഷ്യബോധത്തോടെയുള്ള അവഗണനയുടേതുമാണെന്ന് അർമേനിയയും പറഞ്ഞു. ഹാഗിയ സോഫിയയും ഇതും മാത്രമല്ല, അർമേനിയൻ അതിർത്തിയിലുള്ള കാർസിലെ വിശുദ്ധ അപ്പസ്തോലന്മാരുടെ 10ാം നൂറ്റാണ്ടിലെ കത്തീഡ്രലും ഇത്തരത്തിൽ മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ടെന്നും അർമേനിയ പറഞ്ഞു. ഇപ്പോൾ 1,00,000-ലധികം അർമേനിയൻ ക്രൈസ്തവർ താമസിച്ചിരുന്ന നഗോർണോ കരാബാഖ് പ്രദേശത്തു നിന്നും അവരെ ആക്രമിച്ചു പുറത്താക്കിയ ശേഷം അവിടെയുള്ള ക്രൈസ്തവ ആരാധനാലയങ്ങളും മോസ്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹാഗിയ സോഫിയ മുസ്ലിമുകൾ പിടിച്ചെടുത്തപ്പോൾ അതിനെ അനുകൂലിച്ച് പ്രസ്താവനകൾ ഇറക്കിയവർ ഇന്നും മതേതരത്വം ഘോഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു.